ഒരു വർഷം തന്നെ 14% മുകളിലാണ് IT ഇൻഡെക്സ് ഇടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ ഈ ഒരു IT സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും ഒരു ആശങ്കക്ക് കാരണമാവില്ല. ഇൻഫോസിസും TCSും വിപ്രോ പോലെയുള്ള കമ്പനീസ് പുതിയ മാറ്റങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. നിലവിലൊരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഒരു 10 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വരും നാളുകളിൽ ഈ ആന്ത്രോപിക്സ് പോലെയുള്ള AI-യുടെ സഹായത്തോടെ കൂടിയിട്ട് 10 പേര് വേണ്ട 8 പേര് മതി എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമല്ലോ. അതായത് ജോലി നഷ്ടപ്പെടുക എന്നുള്ളതല്ല, ആ മേഖലയിൽ റീപ്ലേസ്മെന്റ് നടക്കുക എന്നുള്ളതാണ്. ഹ്യൂമൻ ജോബ് അത് റീപ്ലേസ് ആകുമെന്നുള്ളൊരു ഭീതിയിലേക്ക് ഈ ആന്ത്രോപിക്സിന്റെ പുതിയ പ്ലഗിൻസും കൂടുതൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്ലഗിൻസുകളെല്ലാം തന്നെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ഭീതി ഉണ്ടാവും. ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവോടുകൂടി പ്രധാന IT കമ്പനികളൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി 50 ഉൾപ്പെടെയുള്ള മേജർ IT കമ്പനികളായ ഇൻഫോസിസ്, TCS, HCL ടെക്, വിപ്രോ ഇങ്ങനെയുള്ള പല സ്റ്റോക്കുകളും അവയുടെ 52 വീക്ക് ലോയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. IT മേഖലയിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇടിവുകളിലൊന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതുപോലെ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് AI-യുടെ കടന്നുവരവ് അവരുടെ ജോലിയെ എത്രത്തോളം ബാധിക്കും എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ ഇടിവ് വീണ്ടും തുടരുമോ? ഈ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകർ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലുള്ളത് സിയാദ് ഇല്ലിക്കലാണ്. നമസ്കാരം സാർ. നമസ്കാരം. പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. സാർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ IT സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? യെസ്, പ്രധാനമായിട്ടും റംഷാദ് എൻ്റെ അടുത്തൊരു 3 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഒന്ന്, IT മേഖലയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ നടക്കുകയാണ്. ഈ മാറ്റങ്ങൾക്കിടയിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലി സുരക്ഷ. 2, ഈ കമ്പനികളിൽ നിക്ഷേപിച്ച നിക്ഷേപകർ എടുക്കേണ്ട മുൻകരുതലുകൾ. കൂടാതെ ഈ കമ്പനികളുടെ ഭാവി. അല്ലേ? ഇതാണ് എനിക്ക് ചോദിച്ചിരിക്കുന്ന 3 ക്വസ്റ്റ്യൻ. നമുക്ക് 3 വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഒന്നാമത്, ഈ IT കമ്പനികളിൽ ഈ ഒരു ഇടിവ് പുതിയൊരു വാർത്തയല്ല. ഇതിനു മുമ്പും Y2K ഇഷ്യൂ ഉണ്ടായ സമയത്ത് IT കമ്പനികളിൽ വലിയ തോതിലുള്ള ഒരു ഇടിവുണ്ടായിരുന്നു 2000 സമയങ്ങളിൽ. കൂടാതെ തന്നെ domain.com എന്ന് പറഞ്ഞ പേരിൽ ഒരു IT കമ്പനീസിൽ ഒരു ഇടിവുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഇടിവ് ആന്ത്രോപിക്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി, അവരുടെ ഒരു പുതിയ ഒരു പ്ലഗിൻ. ഈ ഒരു പ്ലഗിൻ ആദ്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ മേഖലയിലാണ് ഒരു പ്ലഗിൻ കൊണ്ടുവന്നത്. ഈ ഒരു പ്ലഗിൻ കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു ഫിനാൻഷ്യൽ മേഖലയിലുള്ള നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജോലി വളരെ കുറഞ്ഞ ചെലവിൽ എന്ന് പറയുമ്പോൾ $20 പെർ മന്തിൽ ഈ ഒരു ലീഗൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുക, റിന്യൂ ചെയ്യുക തുടങ്ങിയ ജോലികൾ, ഒരു വൈറ്റ് കോളർ ജോലി റീപ്ലേസ് ചെയ്യത്തക്ക വിധം പുതിയൊരു പ്ലഗിൻ വന്നപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ മേഖലയിലുള്ള കമ്പനീസ് വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചു US-ൽ. പക്ഷേ ആ ഒരു പാനിക്ക് മറ്റുള്ള എല്ലാ ഇൻഡസ്ട്രീസിലും, മറ്റുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ, അതല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിൽ, IT കോഡിങ്, ഈ മേഖലകളിലെല്ലാം തന്നെ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജോലി റീപ്ലേസ് ആകും എന്നുള്ളൊരു ഭയത്താലാണ് വലിയ തോതിലുള്ള ഒരു കറക്ഷൻ IT മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ IT കമ്പനീസ് എല്ലാം തന്നെ ഇപ്പോൾ റംഷാദ് ഈ ഒരു ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ 52 വീക്ക് ലോയിലാണുള്ളത്. ഇതിൻ്റെ പ്രധാന കാരണം ഈ കമ്പനീസ് ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് നെഗറ്റീവ് അല്ല, ഇവർ ലോസ് മേക്കിംഗ് കമ്പനീസ് അല്ല. ഫ്യൂച്ചറിൽ ഇവർക്ക് ഈ ഒരു ക്ലൗഡ് സിസ്റ്റം വഴി പ്രധാനമായിട്ടും ഈ കമ്പനീസ് ഈ ഒരു ഓർഡർ സിലിക്കൺ വാലിയിൽ നിന്ന് US-ൽ നിന്ന് ലഭിക്കുമ്പോൾ പെർ ഹെഡ് കൗണ്ട് അനുസരിച്ചാണ് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇവർക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നത്. ഒരു പ്രൊജക്റ്റിൻ്റെ പുറകിൽ ആർക്കിടെക്ട് ഉണ്ടാവാം, ടീം ലീഡ് ഉണ്ടാവാം, കൂടാതെ തന്നെ കോഡ് ചെയ്യുന്ന ആളുകളുണ്ടാവാം, ടെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവാം, ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവാം, ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവാം. ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഹെഡ് കൗണ്ട് എത്രയാണ്, ആ ഹെഡ് കൗണ്ടിന് അനുസൃതമായിട്ടുള്ളൊരു പേ ഔട്ടാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഹെഡ് കൗണ്ട് ഇത്ര വേണ്ട എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ആ ഒരു കോൺട്രാക്റ്റിൻ്റെ വാല്യൂ കുറഞ്ഞേക്കാം എന്നുള്ളൊരു ഭീതി കൊണ്ടാണ് പ്രധാനമായിട്ടും സ്റ്റോക്കുകൾ ഇടിയുന്നത്. അല്ലാതെ നിലവിൽ ഇവർക്ക് ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻ ഫ്യൂച്ചറിൽ ഇവരുടെ റവന്യൂ കുറഞ്ഞേക്കാം എന്നുള്ളൊരു ഭീതിയുടെ പുറത്താണ് സ്റ്റോക്കുകൾ ഇടിയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനികളുടെ റവന്യൂയെ കുറിച്ച് സാറ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കമ്പനിക്ക് മുന്നോട്ടുള്ള ഭാവി എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ന്യൂസുകൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ മേഖലയിലുള്ള കമ്പനീസ്, ഉദാഹരണത്തിന് TCS, ഇൻഫോസിസ്, വിപ്രോ,
ഇതേ ആന്ത്രോപിക്സ് ആയിട്ട് ഇവർ ടൈപ്പിൽ ഏർപ്പെട്ടു. ഈ കമ്പനീസ് പുതിയ മാറ്റങ്ങളോട് മുഖം തിരിച്ച് നിൽക്കുകയാണെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. അതായത് കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവുന്നില്ല. അതെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് കൊഡാക്ക് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ക്യാമറ കമ്പനി, അല്ലെങ്കിൽ നോക്കിയ പുതിയ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ വന്നപ്പോൾ നോക്കിയെല്ലാം തന്നെ പുതിയ ആ ഒരു ടച്ച് സ്ക്രീനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു വിമുക്തത കാണിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിപണി പങ്കാളിത്തം ഉണ്ടായ നോക്കിയയുടെ അവസ്ഥ ഇന്ന് വളരെയധികം വീക്കാണ്. അപ്പൊ ഇൻഫോസിസോ TCSോ അതിന് മുതിരുന്നില്ല. ഇതേ ആന്ത്രോപിക്സ് ആയിട്ട് ഇവർ ടൈപ്പിൽ ഏർപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇവർ ടൈപ്പിൽ ഏർപ്പെടുന്നില്ലെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. പക്ഷെ അതല്ല സ്ഥിതി. ഇവര് ഇപ്പൊ നടക്കുന്ന ഈ മാറ്റങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇവർക്ക് പെർ ഹെഡ് കൗണ്ട് അനുസരിച്ചുള്ള റവന്യൂ കുറഞ്ഞേക്കാം, പക്ഷെ ഇവർ പുതിയ സാധ്യതകൾ തേടും. ഈ ഒരു AI മേഖലയിൽ ആവശ്യമായിട്ടുള്ള കോഡിങ് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റ് എഞ്ചിനീയേഴ്സ് നിലവിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നിലവിലൊരു ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു 10 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വരും നാളുകളിൽ ഈ ആന്ത്രോപിക്സ് പോലെയുള്ള AI-യുടെ സഹായത്തോടെ കൂടിയിട്ട് 10 പേര് വേണ്ട, 8 പേര് മതി എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഓൾറെഡി നിക്ഷേപകരും അതേപോലെ തന്നെ കമ്പനികളും മുന്നോട്ടേക്ക് ഭാവിയിൽ സേഫാണ് എന്നുള്ളതാണോ? നമുക്കിത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു മറുപടി. കാരണം ഈ ഒരു ആന്ത്രോപിക്സിൻ്റെ എല്ലാം തന്നെ പുതിയൊരു പ്ലഗിൻ ഒപ്റ്റെക്സ് 5 പോലെയുള്ള ഒരു പ്ലഗിൻ, ഈ പ്ലഗിന് വേണ്ടിയിട്ടുള്ള കോഡ് എഴുതുന്നത് ഈ ഒരു പ്ലഗിൻ തന്നെയാണ്. ഞാൻ വീണ്ടും വിശദമാക്കാം. ഈ ആന്ത്രോപിക്സ് പോലെയുള്ള AI ഇവർക്ക് വേണ്ടി കോഡ് നിലവിലെ സാഹചര്യത്തിൽ എഴുതുന്നത് ഒരു കോഡ് എഞ്ചിനീയർ ആയിരിക്കുമല്ലോ, അതായത് ഒരു ഹ്യൂമൻ ആയിരിക്കും. എന്നാൽ പുതിയ ഒരു അപ്ഡേഷനിൽ ഇതിൻ്റെ നെക്സ്റ്റ് അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള കോഡ് എഴുതുന്നത് നിലവിലുള്ള ഒരു പ്ലഗിൻ തന്നെയാണ്, ഹ്യൂമൻ അല്ല. നിലവിലുള്ള പ്ലഗിൻ തന്നെയാണ് ഇതിൻ്റെ അടുത്ത ജനറേഷൻ വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു മേഖലയെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടൊരു ക്ലാരിറ്റി നിലവിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആന്ത്രോപിക്സിന്റെ എല്ലാം തന്നെ സ്ഥാപകർ OpenAIയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരു കൂട്ടം ഡെവലപ്പേഴ്സാണ്. അപ്പൊ ഇതിന്റെ പ്രധാന ഡെവലപ്പേഴ്സ് പറയുന്നത് ഈ ഒരു മേഖലയിൽ എങ്ങനെയായിരിക്കാം ഇതിന്റെ ഭാവി എന്നുള്ളത് ഇപ്പൊ പ്രവചിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് വേർഷൻ കോഡ് എഴുതുന്നത് നിലവിലുള്ള അപ്ഡേറ്റ് തന്നെയാണ്, അല്ലാതെ ഹ്യൂമൻ അല്ല. പക്ഷെ ഇവിടെ ഒരു പ്രധാന ഒരു ഹോപ്പ് ഉള്ളത്, ഒരിക്കലും ഒരു AI ഏജന്റിന് ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ് ഇപ്പോഴും വിശ്വസിച്ച് പോരുന്നത്. എവിടെയും ഒരു ഹ്യൂമൻ ടച്ച് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ മാൻ പവറിന്റെ ഒരു ആവശ്യകത എന്തായാലും ഉണ്ട്. അത് ഉള്ളിടത്തോളം കാലം തന്നെ ഈ കമ്പനീസ് പുതിയ ചേഞ്ചസ് അഡാപ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അതായത് ആന്ത്രോപിക്സിന്റെ പുതിയ ഒരു വേർഷൻ വന്ന സെയിം മൊമെന്റ് അതേ ദിവസം തന്നെയാണ് ഇൻഫോസിസും TCSും ആന്ത്രോപിക്സും ആയിട്ട് ടൈപ്പിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇവർ അഡാപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള കമ്പനീസ് ഇതുമായി പൊരുത്തപ്പെടും എന്നുള്ള തന്നെയാണ് വിശ്വസിച്ച് പോരുന്നത്. അതായത് ജോലി നഷ്ടപ്പെടുക എന്നുള്ളതല്ല, ആ മേഖലയിൽ റീപ്ലേസ്മെന്റ് നടക്കുക എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും പുതിയ സാധ്യതകൾ ഉണ്ടായേക്കാം. ഇപ്പോൾ ടൈപ്പ് റൈറ്റർ മാറി കമ്പ്യൂട്ടർ വന്നു. അപ്പോൾ ടൈപ്പ് റൈറ്റർ ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും കൂടുതൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് റൈറ്റിംഗിൽ വന്നിട്ടുള്ളത്. അതുപോലെ നിലവിലുള്ള IT ജോബ് ചെയ്യുന്ന ആളുകൾ ആയിരിക്കാം മേ ബി AI മേഖലയിൽ കൂടുതൽ R&Dക്ക് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിലവിലുള്ള ഇൻഫോസിസ് TCS പോലുള്ള കമ്പനീസിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാം. TCS നമ്മളെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള IRCTC എന്ന് പറയുന്ന വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. ഇൻഫോസിസ് ആണെങ്കിൽ നമ്മളുടെ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. SBIയുടെ വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. HDFC ബാങ്കിന്റെ വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഡൊമസ്റ്റിക് മേഖലയിൽ ഈ കമ്പനീസിന് വലിയ തോതിലുള്ള റിക്വയർമെന്റ് ഉണ്ട്. റംഷദ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമുക്കൊരു ഇന്ത്യൻ ഒരു കമ്പനിക്ക് ഒരു IT റിക്വയർമെന്റ് വരാണെങ്കിൽ ഒരിക്കലും ഒരു മൈക്രോസോഫ്റ്റിനെയോ EYയോ ഏൽപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. TCSന് ഇൻഫോസിസിന് മാത്രമാണ് ഏൽപ്പിക്കുകയുള്ളൂ. പിന്നെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ ടോപ്പ് കമ്പനീസിന്റെ CEOസും ഇന്ത്യക്കാരാണ് അല്ലേ. അപ്പോൾ IT മേഖലയിൽ എന്ത് റെവല്യൂഷൻ ഉണ്ടായാലും ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ IT എഞ്ചിനീയേഴ്സിനോ ഇന്ത്യൻ IT കമ്പനീസിനോ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഇതിലൊരു ചോദ്യം ഉള്ളത്, ഇപ്പം ഇത്രയും ഭാവിയിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഇത്രയും അവസരങ്ങൾ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് കിടക്കുമ്പോഴും അല്ലെങ്കിൽ IT കമ്പനികൾക്ക് കിടക്കുന്ന സമയത്തും
ഈ ഒരു വർഷം തന്നെ 14% മുകളിലാണ് IT ഇൻഡെക്സ് ഇടിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ ഈ ഒരു IT സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും ഒരു ആശങ്കക്ക് കാരണമാവില്ലേ? ആശങ്ക തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ച് അവർക്കുണ്ടാവുന്ന ആശങ്കകൾ വളരെ വലുതാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഈ ഒരു AI എന്ന് പറയുന്ന ഒരു മേഖല ഇതൊരു വലിയ നിക്ഷേപം വേണ്ട ഒരു മേഖലയാണെന്നുള്ളതായിരുന്നു ഒരു പൊതുധാരണ. എന്നാൽ ഈ ഒരു ധാരണകൾ തെറ്റിയത് ഡീപ്സീക്ക് എന്ന് പറഞ്ഞ പേരിൽ ഒരു ചൈനീസ് കമ്പനി വളരെ കുറഞ്ഞ ചെലവിൽ ഈ ഒരു AI ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ AI മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഡീപ്സീക്ക് പറഞ്ഞ ആ ഒരു സമയത്തായിരുന്നു ഈ IT കമ്പനീസ് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. കാരണം സ്റ്റാർട്ടിങ് ആ സമയം മുതൽ അതെ എക്സാക്ട്ലി സ്റ്റാർട്ടിങ് അതായിരുന്നു. അതൊരു ട്രിഗർ പോയിന്റ് ഇതായിരുന്നു. അതായത് IT മേഖല ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു മേഖലയാണെന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. എന്നാൽ അതല്ല, വളരെ കുറഞ്ഞ ചെലവിലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് ഡീപ്സീക്ക് തെളിയിച്ചപ്പോൾ നിലവിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുകൾ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് അതൊരു ഓവർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു ഫീലിലേക്ക് വന്നു, ഒരു ബബിൾ ഫീൽ വന്നു. ആ സമയം തൊട്ട് ഈ ഒരു ഇടിവ് ആക്ച്വലി തുടങ്ങി. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹ്യൂമൻ ജോബ് അത് റീപ്ലേസ് ആകുമെന്നുള്ളൊരു ഭീതിയിലേക്ക് ഈ ആന്ത്രോപിക്സിന്റെ പുതിയ പുതിയ പ്ലഗിൻസും കൂടുതൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്ലഗിൻസുകളെല്ലാം തന്നെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ഭീതി ഉണ്ടാവും. അതിപ്പോൾ നമുക്കറിയാം, ITC എന്ന് പറയുന്ന സിഗരറ്റ് കമ്പനിക്ക് GST വർദ്ധിപ്പിച്ച സമയത്ത് ITC ഒരു സിംഗിൾ ഡേ വലിയൊരു ഫോള് കണ്ടു. ഏതൊരു സ്റ്റോക്കും ഏതൊരു സെക്ടറും അതായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് റിയാക്ട് ചെയ്യപ്പെടുക. പിന്നീട് ഈ ഒരു വാർത്തകൾ ഡൈജസ്റ്റ് ആവും. താരിഫ് ITCയുടെ കാര്യത്തിൽ ITC പിന്നെ ഒരു ചെറിയൊരു പുൾ ബാക്ക് തന്നു. താരിഫിന്റെ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് വലിയൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. പിന്നീട് താരിഫ് കുറഞ്ഞ രീതിയിൽ കുറച്ചേക്കാമെന്നുള്ളൊരു ന്യൂസ് വന്നപ്പോൾ ഒരു സിംഗിൾ ഡേ കൊണ്ട് നിഫ്റ്റി തന്നെ ഒരു 1200 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു അല്ലേ. ഒരു നിഫ്റ്റി ഇത്രമാത്രം ഒരു പ്ലസ് ആൻഡ് മൈനസ് റിയാക്ഷൻ തരുമെങ്കിൽ സ്വാഭാവികമായിട്ടും IT ഇൻഡെക്സ് ഈ ഒരു രീതിയിൽ ഒരു നെഗറ്റീവ് റിയാക്ഷൻ തരുന്നതിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്? നാളെ ഇതേ കമ്പനീസ് തന്നെ പറയുകയാണ് ഈ ഡീപ്സീക്ക് കൊണ്ടോ അല്ലെങ്കിൽ ആന്ത്രോപിക്സ് കൊണ്ടോ ഇൻഫോസിസിന് വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു റെവല്യൂഷൻ വരുമെന്നുള്ള ഒരു വാർത്ത വരാണെങ്കിൽ ഇതേ ഇൻഫോസിസും ഇതേ വിപ്രോയും ഈ 52 വീക്ക് ലോയിൽ നിന്ന് അഗ്രസീവായിട്ടൊരു മൂവ്മെന്റും തരാനുള്ള സാധ്യതകളുണ്ടല്ലോ. ഒരു കയറ്റത്തിന് പകരമായിട്ടൊരു ഇറക്കം ഉണ്ടെന്ന് നമ്മൾ പറയും പോലെ തന്നെ ഒരു നെഗറ്റീവ് ന്യൂസ് കൊണ്ടൊരു സ്റ്റോക്ക് ഇടിഞ്ഞുവെങ്കിൽ ഒരു പോസിറ്റീവ് ന്യൂസ് കാരണം ഇതേ സ്റ്റോക്കുകൾ കയറിക്കൂടാന്നില്ലല്ലോ. അതുകൊണ്ട് വലിയ തോതിൽ നിക്ഷേപകർ പാനിക്കാവേണ്ട ആ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഞാൻ വീണ്ടും അണ്ടർലൈൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഈ ഇൻഫോസിസും TCSും വിപ്രോ പോലെയുള്ള കമ്പനീസ് പുതിയ മാറ്റങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. അവർ പ്രതികരിക്കുന്നുണ്ട്, ആന്ത്രോപിക്സ് ആയിട്ട് ടൈപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇൻഫോസിസ് സേഫ് ആണെങ്കിൽ ഇൻഫോസിസിൽ നിക്ഷേപിച്ച നിക്ഷേപകൻ സേഫാണ്. ലോങ് ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. അതെ, വിപ്രോ എന്ന് പറഞ്ഞ കമ്പനി അവര് ഈ മാറ്റങ്ങളായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ ഈ വിപ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഈ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ആദ്യം റംഷാദ് ഒരു കാര്യം ചോദിച്ചു, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ജോലി സുരക്ഷ എന്നുള്ളൊരു കാര്യം കൂടി ചോദിച്ചല്ലോ അല്ലെ. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആള് ഇവര് ഈ ഒരു പുതിയ ഈ ക്ലൗഡ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് സ്വയം നേടുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഈ ഒരു സ്വയം ഡെവലപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കും പേടിക്കേണ്ട കാര്യമില്ല. പുതിയ മാറ്റങ്ങളോട് ഇവരുടെ കമ്പനി മാറിയതുപോലെ തന്നെ ഓരോ എംപ്ലോയീസും പുതിയ മാറ്റങ്ങളോട് പൊരുത്തപ്പെടുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ല ഇവിടെ. അല്ലാതെ നമ്മളൊരു മാറ്റത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം. വളരെ വലിയൊരു റാപ്പിഡായിട്ടുള്ള റെവല്യൂഷൻ മേഖലയിൽ വരുന്നുണ്ട്. അപ്പം നമ്മളും ഇപ്പോൾ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ആസ് എ ട്രേഡറും നമുക്കും ഈ ഒരു ജെമിനിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പോലെയുള്ള ഈ ഒരു പ്ലഗിൻസ് യൂസ് ചെയ്യാം. നമ്മുടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് മേ ബി നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. കറക്റ്റ് അല്ലേ? പല ആളുകളും ഇപ്പോഴും ഈ ChatGPTനെ അല്ലെങ്കിൽ ജെമിനിനെയും ഒരു ഗൂഗിൾ പോലെയാണ് യൂസ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ജോലിക്ക് ഇതൊരു ഉപകാരപ്പെടും.
നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താനാവാം, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാനാവാം. അതെല്ലാം പർപ്പസിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. എക്സാക്ട്ലി. ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന, ഇപ്പോൾ റംഷാദ് ഒരു എഡിറ്റിംഗ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോംപ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ട് ജെമിനിയുടെ അടുത്തും ചാറ്റ് ജിപിടിയുടെ അടുത്തും കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലികൾ എളുപ്പമാക്കാനായിട്ട് പറ്റും. അപ്പോൾ IT മേഖലയിൽ മാത്രമല്ല, മറ്റുള്ള എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകൾ മേൽപ്പറഞ്ഞ ഈ ഒരു പ്ലഗിൻസിനെല്ലാം തന്നെ അവരുടെ ജോലി എളുപ്പമാക്കുന്ന രീതിയിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ സംസാരിച്ചത് ഇന്ന് നിലവിൽ IT മേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും വരും നാളുകളിൽ അവർക്കുള്ള ഫ്യൂച്ചർ സാധ്യതകളെക്കുറിച്ചുമാണ്. വരും ദിവസങ്ങളിൽ IT പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.